ലോകത്തൊരു അത്ഭുതമായ ക്ഷേത്രമാണ് മുക്കോല ക്ഷേത്രം. ഇങ്ങനൊരു ക്ഷേത്രം ലോകത്തില്ല. ഞാൻ മുക്കോലക്കാരനായതുകൊണ്ട് പറയല്ല, ഞാൻ മുക്കോലക്കാരനല്ല. ബേസിക്കലി ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ്. ഇവിടെ ഈ ഭഗവതിൻ്റെ അവിടെ താമസിക്കുക. ഇങ്ങനൊരു ക്ഷേത്രം ലോകത്തില്ല. ഒരു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായൊരു ക്ഷേത്രം. യു ക്യാൻ നെവർ സീ സച്ച് എ ടെമ്പിൾ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്ത് കാണാൻ പറ്റില്ല. എല്ലാം വ്യത്യസ്തം. ഈവൻ ദ ഷേപ്പ് ഓഫ് ദ ടെമ്പിൾ. അമ്പലത്തിൻ്റെ ആകൃതി നോക്കൂ. ഇടത് ഭാഗത്ത് കുറച്ചേ ഉള്ളൂ, വലത് ഭാഗത്ത് കുറച്ച് അധികം നീട്ടി, പിന്നെ പിന്നിലേക്ക് കുറേ നീട്ടി, അങ്ങനെയൊക്കെയാണ്. എന്താ ഇങ്ങനെ ചോദിച്ചാൽ പറയില്ല, അങ്ങനെയാണ് പറയാൻ പറ്റും. എല്ലാം കൊണ്ടും വ്യത്യസ്തം. ആകൃതി മുലക്കൊക്കെ വ്യത്യാസം. സാധാരണ ക്ഷേത്രങ്ങൾ അങ്ങനെയാവില്ല. അല്ല. ആദിശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന് അന്നൊരു 10 വയസ്സിൽ താഴെ പ്രായം. അതായത് ദേശാടനം തുടങ്ങിയ കാലം, അതായത് ഏതാണ്ട് AD 798-800 കാലഘട്ടത്തിൽ, 1200 കൊല്ലം മുമ്പ് ആദിശങ്കരൻ ദേശാടനം തുടങ്ങിയ കാലത്ത് അദ്ദേഹം ഇവിടെ നരഞ്ചേഞ്ചിപ്പോൾ ഒരു ബാക്ക്വാട്ടറാണ്. അതിൽ കടന്ന് അദ്ദേഹം പത്മപാതനായിട്ട് വരികയാണ്. അപ്പോൾ ഈ കൊടുങ്കാട്ടിലെ ഒരു അത്ഭുത തേജസ്സിലേക്ക് അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു. അദ്ദേഹം ഇവിടെ വരും, ബാലശങ്കരനാണ്. അപ്പോൾ ജിജ്ഞാസ ഉണ്ടാവില്ല കുട്ടികളാവുമ്പോൾ, ഇതെന്താണ് ഈ ജ്യോതിഷം എന്നറിയാൻ വേണ്ടി അദ്ദേഹം ധ്യാനിച്ചു. ഇവർ ദിവ്യമായ ജ്യോതിഷാന്ന് ബോധ്യപ്പെട്ടത് അദ്ദേഹം ആദ്യം ദുർഗയെ ധ്യാനിച്ചു. കാത്യായനി ഭാവത്തിൽ ദുർഗ പ്രത്യക്ഷപ്പെട്ടു. അതാണ് കിഴിയേക്കാവിൽ നമ്മൾ പോയത്. ചക്രം, ശംഖ്, അഭയം, കടിക, 4 കൈകളോടുകൂടി ഭഗവതിയാണ് അവിടെ. ആ പ്രത്യക്ഷപ്പെട്ടു, ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു. ജ്യോതിസ് കുറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഭദ്രകാളി ധ്യാനിച്ചു. ഭദ്ര പ്രത്യക്ഷപ്പെട്ടു. ആ ഭദ്രകാളി ആവാഹിച്ചെന്നത് കണ്ണയങ്കാവുമ്പോൾ ഭക്ഷണത്തെ കഴിക്കാൻ പോണ അവിടെ പ്രതിഷ്ഠിച്ചു. ജ്യോതിസ് കുറഞ്ഞില്ല. അപ്പോൾ ദുർഗയും ഭദ്രയെല്ലാം നോക്കിയായി. അപ്പോൾ അദ്ദേഹം ശൈവത്തിലെ ഏറ്റവും ഉഗ്രമായ ഭാവം, ദക്ഷയാഗം കഴിഞ്ഞ ഭാവത്തിൽ ശിവൻ ധ്യാനിച്ചു. പാർവതിയില്ലാത്ത ശിവൻ, രൗദ്ര ശിവനെ ധ്യാനിച്ചു. പ്രത്യക്ഷപ്പെട്ടു. വീരഭദ്രാദി ഗണങ്ങളോട് കൂടി അവിടെ ആവാഹിച്ച് അവിടെ പടിഞ്ഞാട്ട് തിരിഞ്ഞ കായലിലേക്ക് വെച്ചാൽ, അപ്പോൾ കായലല്ല അവിടെ പ്രതിഷ്ഠിച്ചു. എന്നിട്ടും ജ്യോതിസ് കുറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഇത് ശൈവമല്ലാന്ന് ബോധ്യമായപ്പോൾ നേരെ എന്ത് ചെയ്തു വെച്ചാൽ വൈഷ്ണവത്തിലെ ഏറ്റവും ഉഗ്രമായ